ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് അന്ധവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഗോവിന്ദ, താങ്കളുടെ പടം ഹിറ്റാകാൻ വേണ്ടി താങ്കളുടെ പേര് വരെ മാറ്റിയെന്നറിഞ്ഞു. അത് സത്യമാണോ? ചില സമയങ്ങളിൽ ഗോവിന്ദ്, പിന്നെ ഗോവിന്ദ് രാജ്, ചില സമയങ്ങളിൽ ഗോവിന്ദ് അരുൺ. ഇതിൽ വാസ്തവമുണ്ടോ? അതെ, അത് വാസ്തവമാണ്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫിലിം ലൈനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫിലിമി ആയിട്ടുള്ള പേര് വെക്കണമെന്ന്. പടത്തിൽ ഫേക്കിൽ പേര് വെച്ചവരൊക്കെ ടോപ്പിൽ പോയിട്ടുണ്ട്. ദിലീപ് സാറിന്റെ പേര് യൂസഫ് ഖാൻ എന്നാണ്, ഫേക്കായ പേരാണ്. മിഥുൻ ചക്രവർത്തിയുടെ പേരും ഫേക്കായ പേരാണ്. അക്ഷയ് കുമാറിന്റെ പേര് ഒറിജിനൽ അല്ല, നരേഷ് ഖന്ന ഒറിജിനൽ അല്ല, ജിതേന്ദ്രൻ ഒറിജിനൽ അല്ല, ധർമ്മേന്ദ്രൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഗോവിന്ദൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഗോവിന്ദ്, അതായത് ഞാൻ എന്താണ് വിചാരിച്ചെന്ന് വെച്ചാൽ 27 ആണ് എൻ്റെ ലക്കി നമ്പർ, എനിക്കതിന് വേണമെന്ന്. സോ ടോട്ടൽ നമ്പർ 9 വരും. സോ എനിക്ക് നമ്പർ 9 വന്നു. ഗോവിന്ദ് എന്ന പേരും നമ്പർ 9 തന്നെ വരുന്നു. അത് ന്യൂമറോളജി നമ്പറാണ്. ന്യൂമറോളജി പ്രകാരം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അത് തന്നെ ചെയ്തു. ഗോവിന്ദ് എന്ന പേര് വന്നു. അതൊക്കെ സെറ്റായി. ആദ്യം എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താ ആലോചിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അതെല്ലാം ഹിറ്റായ ശേഷം എല്ലാവരും പറഞ്ഞു, ഗോവിന്ദ് നീ തകർത്തല്ലോ എന്ന്. ഫിലിം ലൈനിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എപ്പോൾ നോക്കിയാലും പൂജ, നമസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതും ഇതെന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറയുന്നത് തന്നെ ശരീരത്തിൽ കല്ലും വെച്ചുകൊണ്ടാണ് കറങ്ങുന്നത്. അമിതാഭ് ബച്ചൻ സാറ് പോലും കല്ല് വെച്ച മോതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പേടിക്കുകയാണ്. സഞ്ജയത്തും ധരിച്ചിട്ടുണ്ട്, ചോദിക്കണോ? വേണ്ടല്ലോ. സൽമാൻ ഭായും കൂടി അങ്ങനെ തന്നെയാണ്, അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മറ്റൊരു കഥയും പറയുന്നുണ്ട്, ഒരുപക്ഷെ ഗോവിന്ദ 3 പേരെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം 4മതൊരാൾ വന്നാൽ താങ്കൾ പിന്നിലെ കഥവ് വഴി ഓടുന്നു. അല്ലല്ല, ഒരിക്കലും അങ്ങനെയല്ല. നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 3 പേര് കാണാമെന്ന് പറഞ്ഞു വന്നിട്ട് 4മതൊരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക? ഇത് ശരിക്കും വാസ്തു എന്ന കാര്യത്തെ എല്ലാവരും തെറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നെ കുറ്റം പറയുന്നവരെ നോക്കുകയാണെങ്കിൽ അവരുടെ വീടെല്ലാം വാസ്തു നോക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദാ ഇവിടുത്തെ ഈ കഥക് ദാ ഇങ്ങനെ ഇരിക്കണം, ഈ ജനൽ ദാ ഇങ്ങനെ ഇരിക്കണം, ഈ ജനൽ ഈ ഭാഗത്തിരിക്കണം, ഈ ക്ലോക്ക് അല്ല, എന്താ ഇത്? നിങ്ങൾക്കെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. പക്ഷെ ഗോവിന്ദ് ചെയ്താൽ മാത്രം അത് തെറ്റാണ്, അല്ലേ? മറ്റൊരു കാര്യം, മറ്റൊരു സ്റ്റോറിയും പറഞ്ഞു കേട്ടു. ഒരു പടം സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി താങ്കൾ സെറ്റിൽ കോഴിയെ ബലി നൽകിയെന്ന് പറഞ്ഞു. നോക്ക്, ഇതാരോ വലിയ റൂം ഇറക്കിയിരിക്കുന്നതാണ്. സെറ്റിൽ ഇങ്ങനെ നടന്നു. അതായത് കോഴിയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അന്ന് സെറ്റിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വല്ലാതെ പേടിച്ചിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കുകയാണെങ്കിൽ എല്ലാവരും മഹർഷിമാരെയും സന്യാസിമാരെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചില സമയത്തൊക്കെ സന്യാസിമാർ പറയാതെ കയറി വരാറുണ്ടായിരുന്നു. ഗോവിന്ദ, എന്താ ടച്ച്? ഞാൻ ചോദിക്കാൻ ടച്ച് ചെയ്ത് എന്താ സംഭവിക്കാന്ന്? അല്ല, പൂജയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ബലി കൊടുക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് രഹസ്യമായി പോയി ചെയ്യുമെന്ന്. ഇതിങ്ങനെ 10 പേരുടെ മുന്നിൽ ഓപ്പണായിട്ട് ചെയ്താൽ എന്നെയല്ലേ ആൾക്കാർ പറയുകയുള്ളൂ. ഒന്നുകിൽ എന്നെ ഫെയിം ചെയ്യാൻ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ശരിക്കും നല്ല പ്ലാനിങ് വഴിയാണ് നടക്കുന്നത്. കോഴി ആരാ കൊണ്ടുവന്ന്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോഴി ആരാണ് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് സാർ മറുപടി പറയുക? പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾക്ക് ചുവപ്പ് നിറം പേടിയാണെന്ന്. നിങ്ങൾ തന്നെ പറയൂ, പടത്തിലെ റെഡ് ദുപ്പട്ട സോങ് ആരാണ് പാടിയത്? പാട്ടാരാണ് പാടിയത്? അതിനുശേഷം ലാൽ ചുനരിയ വാൽപത്രി ലാജാരെ, അതും എന്റെ പടത്തിലെ പാട്ടല്ലേ? ഇതെല്ലാം റെഡ് തന്നെയല്ലായിരുന്നോ? അപ്പോ ഈ റെഡ് വേറെ, ആ റെഡ് വേറെ എന്നാണോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ശരി, വേണമെങ്കിൽ ആ പാട്ടിൽ നിന്ന് റെഡ് കളർ അങ്ങ് മാറ്റിയേക്കാം. അതായത് താങ്കളുടെ 49ാമത്തെ വയസ്സിൽ വീണ്ടും വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും മായാജാലം ഉണ്ടോ? അതായത് സുനിതയുടെ ബന്ധുക്കൾ ആരും ഇവിടെ ഇരിപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് നടന്നത്. ഏതോ ഒന്ന് സംഭവിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ 2ാം കല്യാണം അത് സംഭവിച്ചെന്നുള്ളത് ശരിയാണ്.
എന്റെ അമ്മ എന്താണ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് 49 വയസ്സാണെങ്കിലും ശരി, നീ ഈ കല്യാണം വീണ്ടും ഒന്നുകൂടെ കഴിക്കണമെന്ന്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. വീണ്ടും ലൈഫ് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 49ാമത്തെ വയസ്സിലും സുനിതയെ വീണ്ടും കല്യാണം കഴിച്ചത്. എല്ലാം സാമ്പ്രദായികമായ ചടങ്ങുകൾ വഴിയാണ് നടന്നത്. ഇപ്പോ ഒന്നിലും ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ കരുതിയത്. അത് നടന്നു സാർ. ഇതിൽ യാതൊരു കുറ്റവും ഇല്ല സാർ. താങ്കൾക്ക് ആദ്യമായി കല്യാണം നടന്നപ്പോ കല്യാണം നടന്ന കാര്യം പോലും 4 വർഷം ആരോടും പറഞ്ഞില്ല. അതെ സാർ, 4 വർഷം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ 4 വർഷം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. അതെ സാർ. ആ സമയത്ത് എനിക്ക് സിനിമകളൊന്നും കിട്ടുന്നില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ പടമൊന്നും കിട്ടില്ല അല്ലേ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വീടില്ല. പിന്നെ കല്യാണം കഴിച്ചവരെയൊക്കെ എങ്ങനെയാ വീഴ്ത്തിയത്? അത് വളരെ രസകരമാണ് സാർ. അതായത് അവളാണ് എന്നെ ആദ്യം വീഴ്ത്തിയത്. ഞങ്ങളിപ്പോ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയായിരുന്നു. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ട്രാവലിംഗ് ടുഗദർ. അപ്പോൾ ഞാൻ അവളുടെ ദേഹത്ത് കൈവച്ചു. അവളതെടുത്ത് മാറ്റിയില്ല. അപ്പം ഞാനും അങ്ങനെ വെച്ചോണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ പിടിച്ചോണ്ടേയിരുന്നു. അപ്പോൾ എനിക്കത് ശരിയെന്ന് തോന്നി. സാറല്ല, ഇത് കൊള്ളാലോ എന്ന് തോന്നി. അവൾ ശരിക്കും അതിസുന്ദരിയായിരുന്നു. അതുവരെയും റൊമാൻസ് നടന്നിട്ടേ ഇല്ല. ശരിക്കും ഹീറോയിനൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ശരി, എന്തായാലും നന്നായി എന്ന് ഞാൻ കരുതി. പിന്നെ കയ്യിൽ പിടിച്ചത് കൊണ്ട് ഞാൻ അവളെ തന്നെ പ്രേമിച്ച് കല്യാണവും കഴിച്ചു. താങ്കൾ എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് ന്യൂമറോളജി നോക്കി ജ്യോത്സ്യം നോക്കി എടുക്കുന്നു. താങ്കൾ രാഷ്ട്രീയത്തിൽ പോകാനും ജ്യോത്സ്യക്കാരനാണോ പറഞ്ഞത്? സർ, ഈ തീരുമാനം എൻ്റേതായിരുന്നില്ല. അപ്പോൾ നാട്ടിലെ മഹാന്മാരായ സന്യാസിമാരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവിന്ദ, നീ 14ാമത്തെ ലോക്സഭയിലേക്ക് പോകൂ. വയസ്സായവരൊക്കെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാറില്ല. 103 വയസ്സുള്ള ഒരാൾ ഫോൺ ചെയ്തിരുന്നു. അത് ഈ പടത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരുത്തനല്ലേ, അവൻ്റെ പേരെന്താണ്? ഗോവിന്ദ. ഗോവിന്ദ നീ തന്നെയാണോ? അതെ, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അതെ, നീ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് നമ്മളൊരു പൂജയൊക്കെ ചെയ്തിരുന്നില്ലേ? അത് നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? എന്താ, അത് മറന്നുപോയതാണോ? അന്ന് നിനക്ക് 14 വയസ്സുള്ളപ്പോ? അയ്യോ ബാബ, അത് നിങ്ങളാണെന്ന് ഞാൻ ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഫോണിൽ കൂടി സംസാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും ശരിയാവില്ലെന്ന് കരുതി ഞാൻ എൻ്റെ ആളുകളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം തന്നെ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ശരിക്കും ആരെങ്കിലും MP ആയാൽ എന്താണ്, MLA ആയാൽ എന്താണ്? ഇവരൊക്കെ അതിന് ബിയോണ്ടാണ്. ഞാനും അവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ പോകാറില്ല. ഫസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു, ഇപ്പോഴും ആർട്ടിസ്റ്റാണ്. എപ്പോഴും ഞാൻ ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇത് എൻ്റെ ഫീൽഡല്ല. എന്തായാലും ഞാനവിടെ വന്നു. സോ ഞാൻ വന്നതുകൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നോ അതെല്ലാം ചെയ്യണമെന്ന് കരുതി. ചെയ്തു. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ അതിനുശേഷം എനിക്ക് ആ കരിയർ ആവശ്യം വന്നില്ല. ഒരു പക്ഷേ അത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പബ്ലിസിറ്റി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണോ? ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ചെയ്തേനല്ലേ. നിങ്ങൾ പൊളിറ്റിക്സിൽ ഉപേക്ഷിച്ചല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോൾ 49, 49ാമത്തെ വയസ്സിൽ ഞാൻ പൊളിറ്റിക്സിൽ നിന്നും പുറത്തു വന്നു. ദാ ഇവിടുന്ന് വയറ് ഇപ്പോൾ അകത്തേക്ക് വന്നു. ഞാൻ പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പല്ല് ഇങ്ങനെയായിപ്പോയി. സത്യം പറഞ്ഞ ഇപ്പോൾ എല്ലാം കറക്റ്റായി മാറി. ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പോൾ വളരെ ക്ലീനായി മാറി. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 49 എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയായത്? അതുപോലെ ഞാൻ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ, അതായത് തീരെ ചെറുതായി പോയാ. അതായത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒക്കെ നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് അതിൽ എൻ്റർ ആകാം.